സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി കടുപ്പിച്ച് പോലീസ്. ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പരിശോധന വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം മരട് അനീഷിനെ ഉൾപ്പെടെ ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി പിടികൂടിയിരുന്നു. ഇതിനോടകം 20 പേരെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ അടച്ചു. വരും ദിവസങ്ങളിലും കർശന നടപടിയുണ്ടാകുമെന്ന് ADGP പറഞ്ഞു. റാംഷാ CP ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റാംഷാ, അർജുനായങ്കിയിൽ തുടങ്ങിയതാണ് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് പുരോഗമിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ മറ്റൊരു നീക്കം. കീർത്തന, തീർച്ചയായും ഓപ്പറേഷൻ തൂഫാൻ പോലെ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ മറ്റൊരു നടപടിയുമായി ആഭ്യന്തര വകുപ്പും പോലീസും മുന്നോട്ട് പോകുമ്പോൾ വലിയ സ്വീകാര്യതയാണ് അതിന് കേരളത്തിൽ ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗുണ്ടാ സംഘങ്ങളെയും അതോടൊപ്പം സ്ഥിരം കുറ്റവാളികളെയും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ ഒരു നടപടി കേരള പോലീസ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മരട് അനീഷിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നേരത്തെ നെടുമ്പാശ്ശേരി പോലീസ് മരട് അനീഷിനെതിരെ ഒരു കേസ് എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മരട് അനീഷിനെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി വിയ്യൂർ ജയിലിലേക്ക് മാറ്റുകയും കാപ്പ ഉൾപ്പെടെ ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ് മരട് അനീഷിനെ പാർപ്പിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ മരട് അനീഷിനെതിരെ ചില വധശ്രമങ്ങൾ ജയിലിനകത്ത് വെച്ചുണ്ടായിരുന്നു. ഇതിലെ പ്രതികളും പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇപ്പോഴും ഈ സ്ഥിതി തന്നെ നിലനിൽക്കുന്നു. അതായത് മരട് അനീഷിനെ ജയിലിൽ വെച്ച് ആക്രമിക്കാനും കൊലപ്പെടുത്താനുമുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായാണ് ഇപ്പോൾ മരട് അനീഷിനെ അവിടെ വിയ്യൂർ ജയിലിൽ ഒരു അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി വലിയ നടപടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്ഥിരം കുറ്റക്കാരായ 20 പേർക്കെതിരെയാണ് കാപ്പ ചുമത്തിയിരിക്കുന്നത്. 18 കുറ്റവാളികൾക്കെതിരെ നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 158 പിടികിട്ടാപ്പുള്ളികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച 47 പേർക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അർജുനായങ്കിയിൽ തുടങ്ങി ഇപ്പോൾ വലിയ നിലയിൽ ഈ ഓപ്പറേഷൻ ഗ്രിപ്പ് കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. നേരത്തെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വലിയ നിലയിൽ ഒരു പ്രവർത്തനം നടന്നിരുന്നതാണ്. അതിന് സമാനമായ നിലയിൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി ഗുണ്ടാ സംഘങ്ങളെയും സ്ഥിരം കുറ്റവാളികളെയും നിയന്ത്രിക്കുന്നതിന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ ഗ്രിപ്പ് പ്രഖ്യാപിച്ച് അതുമായി ബന്ധപ്പെട്ട് വലിയ നടപടികളുമായി കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഗുണ്ടാ സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് പോലീസ്. റാംഷാ CP ആണ് വിശദാംശങ്ങൾ നൽകിയത്.